ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സൈറ്റഡ് അറ്റ് ദ സെയിം ടൈം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൈ നെയിം ഇസ് അരുൺ. വെൽക്കം ടു മൈ ചാനൽ മൈ ഓർഡിനറി ലൈഫ് സ്റ്റോറി. ദുബായ് മാരത്തൺ 2026. ഈ മാരത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മിഡിൽ ഈസ്റ്റ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് റോഡ് റണ്ണിങ് ഇവൻ്റാണ് ദുബായ് മാരത്തൺ. And it hold a gold label classification from World Athletics, which means it recognized globally for elite competition and recognition. ഈ ഇവൻറ്റിൽ മെയിനായിട്ട് 3 റേസ് ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഫുൾ മാരത്തൺ 42 കിലോമീറ്റർ, ഇതിലാണ് ഞാൻ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 10 കിലോമീറ്റർ, പിന്നെ 4 കിലോമീറ്റർ. അതിരാവിലെ 6:30 റേസ് സ്റ്റാർട്ടിംഗ് ടൈം. ദുബായ് പോലീസ് അക്കാദമി മദീന ജുമേറയിൽ നിന്നായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ റേസിൻ്റെ റൂട്ട് വരുന്നത് ജുമേറ ബീച്ച് റോഡും ആൻഡ് സറൗണ്ടിങ്സും ആയിരുന്നു. സമയം 7:45 ആയപ്പോഴത്തേക്കും ഞാനൊരു 13 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, രാവിലെ തന്നെ വന്ന് റോഡ് സൈഡിൽ നിന്നിട്ട് ഓരോ റണ്ണർക്കും ആവേശം പകരുന്ന UAE ലോക്കൽസും എക്സ്പെർട്ടേഴ്സ് ആയിട്ടുള്ള റെസിഡൻസും ആയിരുന്നു. മെയിനായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് ഫിലിപ്പിനോസാണ്, പിന്നെ യൂറോപ്യൻസും. അവർ ഫാമിലി ആയിട്ടാണ് വന്ന് ചീറപ്പ് ചെയ്യുന്നത്. കൂടെ ഇന്ത്യൻസും ഉണ്ടായിരുന്നു, പക്ഷേ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം. അത് പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ഫുൾ മാരത്തൺ, അതായത് 42 കിലോമീറ്റർ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഹാഫ് മാരത്തൺ ഞാൻ 2 ടൈം ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഇയറും ഈ വർഷമായിട്ട്. അതുകൂടാതെ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴൊക്കെ തന്നെ ഞാൻ 10 കിലോമീറ്റർ ട്രെഡ്മില്ലായിട്ടും അല്ലെങ്കിൽ വെളിയിലായിട്ടും ഞാനത് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ഇത്രയൊക്കെ ചെയ്താൽ ഉള്ളിലൊരു ഭയമായിരുന്നു, എങ്ങനെ ഈ 42 കിലോമീറ്റർ ഓടി തീർക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തത് ഡേ ഫോർ യെസ്റ്റർഡേ, അതായത് ഫ്രൈഡേ ആയിരുന്നു രജിസ്റ്റർ ചെയ്തത്. സൺഡേ അല്ലേ നമ്മൾ റേസ് നടക്കുന്നത്. സമയം ഏകദേശം 8:55 ആയപ്പോഴേക്കും ഞാൻ 25 കിലോമീറ്റർ കവർ ചെയ്തു. ഹാഫ് മാരത്തൺ ഡിസ്റ്റൻസ് 21 കിലോമീറ്റർ ഞാൻ 1 മണിക്കൂർ 55 മിനിറ്റിൽ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞു മെയിനായിട്ടുള്ള കാര്യം പറയാൻ മറന്നുപോയി. ഈ കൊല്ലത്തെ ദുബായ് മാരത്തൻ്റെ ഫീ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ $150 ആണ്, അതായത് 550.81 AED കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ. ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ 13,784 രൂപയാണ് ഈ കൊല്ലത്തെ ഫീസ്. വീഡിയോ കാണുന്ന പലർക്കും ഇത് തോന്നുമായിരിക്കും, ഇത്രയൊക്കെ പൈസ മുടക്കി എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഓടുന്നതെന്ന്. പക്ഷേ ഇത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെ തന്നെയാണ്. അതുകൂടാതെ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം 3000-ഓളം ആളുകളുണ്ട് ഇതിൽ കൂടെ ഓടാൻ. 34 കിലോമീറ്ററായി. സമയം 10 മണി. 6:30 തുടങ്ങിയ ഓട്ടമാണ്. ഓൾമോസ്റ്റ് ടയർഡായി. ഇപ്പോൾ സമയം 10:58. 41.6 കിലോമീറ്റർ കവർ ചെയ്തു, തീരാറായി. ഇതിന് മുന്നേയുള്ള വീഡിയോസ് ഞാൻ എടുക്കാൻ പറ്റിയില്ല, കാര്യം 30 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം ഒട്ടും തന്നെ ഉണ്ടായില്ല. മൊത്തത്തിൽ ടയർഡായി. 5.3 എന്നുള്ള പേസ് 6.4 കുറഞ്ഞു. അവസാനത്തെ 1 കിലോമീറ്ററിൻ്റെ കാര്യം പറയേ വേണ്ട, ഓടിയിട്ട് എത്താത്ത പോലെ, തീരുന്നേ ഉണ്ടായിരുന്നില്ല. പോലീസ് അക്കാദമി ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു ഫിനിഷിംഗ് പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് അടുക്കുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 42 കിലോമീറ്റർ ഏകദേശം 4 മണിക്കൂർ 30 മിനിറ്റിൽ ഞാൻ ഫിനിഷ് ചെയ്തു, അതായത് 11 മണി. ഈ വർഷത്തെ മാരത്തണിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എത്യോപ്യൻ ബാരനായ നിബർട്ട് മിൽക്കിനാണ്. 2 മണിക്കൂർ 4 മിനിറ്റാണ് ആൾ ഫിനിഷ് ചെയ്തത്. ലേഡീസിൻ്റെ കാറ്റഗറിയിൽ എത്യോപ്യയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന ഡെസി 2 hours 18 മിനിറ്റ്സിലാണ് ഫിനിഷ് ചെയ്തത്. പ്രൈസ് ഡീറ്റെയിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസ് $80,000, അതായത് 75 ലക്ഷം ഇന്ത്യൻ റുപ്പീസാണ് ഫസ്റ്റ് പ്രൈസ്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ പ്രാവശ്യത്തെ ദുബായ് മാരത്തണിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് കൂടെ നടന്നിരുന്നു. എന്താ വെച്ചാൽ ഒരു റണ്ണിങ് ഇവൻറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേപ്സ്, അതായത് സൂപ്പർമാൻ്റെ പിറകിലുള്ള ഒരു തുണിയില്ലേ, അതുപോലെ ഒന്ന് ധരിച്ചുകൊണ്ട് റണ്ണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ട് എനിക്കും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അവസാനം വളരെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും 42 കിലോമീറ്റർ കവർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ സർട്ടിഫിക്കറ്റും ഫിനിഷ് മെഡലും കൂടെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലുള്ള കുളിരും ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല എന്നുള്ളൊരു തോന്നലും ഉണ്ടായി. താങ്ക്സ് എവരി വൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് അരുൺ സൈനിങ് ഓഫ്.